മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണ്. ഈ ഒരു ലൈൻ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങളൊരു NRI ആണെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലെ ടാക്സ് ഇംപ്ലിക്കേഷൻസിനെ പറ്റി നിങ്ങൾക്കറിയാമോ? അറിയത്തില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇനി അറിയാമെങ്കിൽ നമുക്കൊരു ക്വിക്ക് നോളജ് ടെസ്റ്റ് നടത്തിയാലോ? നിങ്ങൾ ഇന്ത്യയിൽ ചെയ്യുന്ന ഏതൊരു ഇൻവെസ്റ്റ്മെന്റും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ക്രൂട്ടിനിയിൽ വരുന്നതാണ്. ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ 1,00,000 മേലെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ടാക്സേഷൻ ആയിരിക്കും. അതേസമയം അതേ ഇൻവെസ്റ്റ്മെന്റ് 1 വർഷത്തിന് താഴെ നിങ്ങൾ സെൽ ചെയ്താൽ അതിന് 15% ടാക്സേഷൻ ഉണ്ടാവാം. ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ NRIസിന്റെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചായിരിക്കും ടാക്സേഷൻ ഉള്ളത്. അതേസമയം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ 20% ടാക്സേഷൻ ആയിരിക്കും വിത്ത് ഇൻഡെക്സേഷൻ. ഈക്വിറ്റി ഫണ്ട് ആണെങ്കിലും ഡെറ്റ് ഫണ്ട് ആണെങ്കിലും NRIസിന് TDS ഡിഡക്റ്റ് ആവും. പക്ഷെ ഇതിൽ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ITR കറക്റ്റ് ടൈമിൽ ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. നമ്മളൊരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്ലാനിങ് ചെയ്തില്ലേ? അതേപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പ്ലാനിങ്ങിന്റെ ആവശ്യമുണ്ട്. അതിനൊരു എക്സ്പേർട്ട് ടാക്സ് അഡ്വൈസറിനെ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. സോ കോൺടാക്ട് XBNRI ടുഡേ ഇറ്റ്സെൽഫ്.